Hello everyone, welcome back to my channel. How are you guys doing? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഓണവും വളരെ നന്നായിരുന്നു. ഓണം കഴിഞ്ഞ് കുറച്ച് ദിവസം എനിക്ക് ലീവാണ്, അതുകൊണ്ട് ഫ്ലൈറ്റ്സ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്. സോ എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഓണ ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ലൈറ്റ് ഇടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതുവഴി പോയി വീഡിയോ എടുക്കാറുണ്ട്. ഭയങ്കര ഭംഗിയല്ലേ? കൈൻഡ് ഓഫ് ലൈക്ക് ആ ഈവനിങ്സിൽ അവിടെ നടക്കാൻ തന്നെ ഒരു വലിയ നല്ലൊരു കാര്യമാണ് വൻ ഈ ലൈറ്റ് ഉള്ള സമയത്ത്. സോ അങ്ങനെ ലൈറ്റ് കാണാനായിട്ട് പോയി അവിടെ ഒരു ഓണക്കൂട്ടായ്മ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. സോ ഇന്നലെ ഈവനിങ് ഞാൻ അവിടെ പോയി നോക്കിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ബൈ 10 അവിടെ പ്രോഗ്രാംസ് ഒക്കെ തീരുമെന്ന് പറഞ്ഞു. സോ ഇത് 13 to 22 ആണ് പ്രോഗ്രാം നടക്കുന്നത്. സോ ഇതുവരെ പ്രോഗ്രാം അവസാനിച്ചിട്ടില്ല, ഇനിയും 2-3 ദിവസങ്ങൾ ബാക്കിയുണ്ട്. സോ നമ്മളവിടെ ചെല്ലുമ്പോൾ 2 സൈഡിലായിട്ട് ടിക്കറ്റ്സ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് ഒരു 50 റുപ്പീസാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതിന്. കനകക്കുന്നിലാണ് ഇത് നടക്കുന്നത്. സോ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ കനകക്കുന്നിലോട്ട് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് പുറത്ത് കാണുന്ന ലൈറ്റ്സ് ഒന്നുമല്ല, നല്ല ഭംഗിക്ക് അകത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭംഗി ഇൻ ദ സെൻസ് ലൈക്ക് ഇറ്റ് ഈസ് റിയലി ഇൻസ്റ്റഗ്രാം വർത്തി. ഇത് നോക്ക് എന്ത് ഭംഗിക്കാണ് ഓരോരോ കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും ഗൈസ്. സോ ഞാനങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കാൻ ട്രൈ ചെയ്തു. ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നമില്ലായ്മയില്ല, എങ്കിലും കുറച്ച് ഈസ്തറ്റിക്കൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് ഫോട്ടോസ്. ബട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഇത് വളരെ നല്ലതാണ്. പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് യു ഫീൽ ലൈക്ക് ഹാഫ് ഓഫ് ദ ട്രിവാൻഡ്രം ഈസ് ഇൻസൈഡ് ഓൺലി. അതൊരു നല്ല വൈബ് തന്നെയാണ്. പക്ഷേ എങ്കിലും വീഡിയോസ് എടുക്കുന്ന സ്പോട്ടൊക്കെ കുറച്ച് ബിസിയാണ്. ഞാനൊരു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു 8 മണി സമയത്താണ് പോയത്. മേ ബി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ സ്പോട്ടൊക്കെ ഇച്ചിരി ആളൊഴിഞ്ഞൊക്കെ കിട്ടുമായിരിക്കും. എങ്കിലും ഞാൻ പോയ സമയത്ത് ആളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് ഇൻസ്റ്റാ വർത്തി പ്ലേസസ്, പിന്നെ സൈഡ്സിൽ കഫേ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ ചാട്ടോ കോണോ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേജറായിട്ട് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. 2 സ്റ്റേജസ് നടക്കുന്നുണ്ട്. 2 സ്റ്റേജസ് ഉണ്ട്. 2 സ്റ്റേജിലും ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ഏഷ്യാനെറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് റഷാണ്, അവിടെയാണ് കൂടുതൽ ആൾക്കാർ. മറ്റിടത്ത് കുഞ്ഞു ഈവൻറ്റ്സ് ആണെന്ന് തോന്നുന്നു. സോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആൾക്കാർ ഓൾറെഡി അവിടെ ഇരിക്കുവാണ്. കുറേ സോങ്സും എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ. കുറച്ച് നേരം നമ്മൾ അവിടെ പോയി നിന്നിട്ടുണ്ട്. ഇത് നോക്ക് എന്ത് ഭംഗിക്കാണല്ലേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ച് കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് വൈബായിട്ട് വന്നേനെ. പക്ഷെ നമ്മൾ പോയപ്പോൾ കാറ്റില്ലായിരുന്നു. നോക്ക് ചെറിയ കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഈ വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ, റീലാക്കി. അതിടുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. ഒരു ഓണം പാട്ടും കേട്ട് പാട്ട് കയറ്റി അതിനെ കാച്ചാന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് സോ ഏഷ്യാനെറ്റിൻ്റെ എന്തോ പ്രോഗ്രാമാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. ഇതും ഭയങ്കര ഭംഗിയായിരുന്നു. മൈ ഗോഡ്, ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് 2 ലൈറ്റ്സിൽ അവർ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ പോലെ അകത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്ന് വീഡിയോസ് എടുക്കുമായിരുന്നു. ഇതും വളരെ നല്ലതാണ്. അപ്പോൾ ആളില്ലാത്ത സമയത്താണെങ്കിൽ വളരെ നല്ല റീല് നിങ്ങൾക്ക് കിട്ടും. ഒരു 10 അടുപ്പിച്ച് പോയിക്കോളൂ, റീല് നല്ല രീതിക്ക് കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ ഗോയിങ് ബാക്ക് ടു ദ ഏഷ്യാനെറ്റ് പ്രോഗ്രാം. സോ ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ്. അവിടെ നല്ല വൈബാണ്, പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 6:30 തൊട്ട് ഒരു 10 വരെയാണ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സോ എവറി ഡേയിലെ ചാർട്ട്സ് നിങ്ങൾക്ക് ഓൺലൈൻ കിട്ടുന്നതായിരിക്കും. ഈ ഓണം കൂട്ടായ്മേൻ്റെ ഇൻസ്റ്റാ ഹാൻഡിലുണ്ട്. സോ അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇനി വരുന്ന 3 ദിവസങ്ങളിൽ എന്താ പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അത് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമിന് പോയി കാണാവുന്നതായിരിക്കും. സോ ദിസ് ഈസ് എ പ്ലേസ് വെയർ ദാറ്റ് ഇവൻറ്റ് ഈസ് ബീങ് ഹെൽഡ്. എന്റെ കൂടെ പാട്ട് പാടുവോ? രണ്ട് പാട്ട് പാടിയാലോ?
അങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ഇവിടെ കുറേ സ്റ്റോൾസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാനായിട്ട് വന്നിക്കാണ്. സോ ഒരുപാട് ചാട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ബലൂൺസ് ഒരുപാടുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ നന്നായിരിക്കും. എനിക്കൊരു ബലൂൺ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ കുഞ്ഞു കുഞ്ഞു ടോയ്സും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആളുകളും കുട്ടികളും ഒക്കെ വരുന്നതല്ലേ, അപ്പോൾ ഒരുപാട് സ്റ്റോൾസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും കുറച്ചുകൂടെയൊക്കെ സ്റ്റോൾസും ഇങ്ങനത്തെ ഉള്ള ജ്വല്ലറി അതൊക്കെ കൊണ്ടുവച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അതൊന്നുമില്ല. നെക്സ്റ്റ് ടൈം അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. സോ എഗെയിൻ നമ്മൾ നമ്മളുടെ ഇവിടുത്തെ ഇന്നത്തെ ഈവനിങ്ങിൻ്റെ പ്രോഗ്രാംസ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ കണ്ട് തളർന്ന് അവസാനം കുറച്ച് കോളിഫ്ലവർ ബജിയും കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്, ടേക്ക് കെയർ.